ഹായ് ഡിയർ ഫ്രണ്ട്സ്, വർക്ക് എനർജി പവറിന്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് മെല്ലെ കയറാം. രണ്ട് ഭാഗങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നു. വർക്ക് പറഞ്ഞു, എനർജി പറഞ്ഞു, മൂന്നാമത്തെ സാധനം പവർ. നമ്മൾ ഹെഡിങ്ങിൽ തന്നെ വർക്ക് എനർജി പവർ. പവർ, വാട്ട് ഈസ് പവർ? പവർ എന്ന് പറഞ്ഞാൽ ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ. പ്രവൃത്തി ചെയ്യുന്നതിന്റെ നിരക്കാണ് പവർ. ഒരേ പ്രവൃത്തി തന്നെ പല സമയം കൊണ്ട് ഒരാൾക്ക് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരു വാട്ടർ ടാങ്കിലേക്ക് വെള്ളം ഫില്ല് ചെയ്യുക, ദാറ്റ് ഇസ് എ വർക്കാണ്. ഒരു മോട്ടർ അടിച്ചപ്പോൾ വാട്ടർ ടാങ്ക് അരമണിക്കൂർ കൊണ്ട് നിറഞ്ഞു. വേറൊരു മോട്ടർ അടിച്ചപ്പോൾ വാട്ടർ ടാങ്ക് നിറയ്ക്കാൻ 1 മണിക്കൂർ വേണ്ടി വന്നു. രണ്ടാൾക്കാരും ചെയ്തത് വാട്ടർ ടാങ്ക് നിറയ്ക്കലാണ്. നമ്മൾ ഏത് മോട്ടറാ കൂടുതൽ നല്ലത്? അരമണിക്കൂർ കൊണ്ട് അതേ പ്രവൃത്തി ചെയ്ത ആള്, അല്ലെ? 1 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറച്ചതിനേക്കാൾ നല്ലത് നമുക്ക് അരമണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയ്ക്കുന്ന മോട്ടറിനെയാണ്. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പ്രവൃത്തി ചെയ്യുന്നവനെ നമ്മൾ നല്ല ആള് എന്ന് പറയും. അതിനെയാണ് നമ്മൾ പവർ എന്ന് പറയാൻ പോകുന്നത്. ഇനി തിരിച്ച് ഒരേ സമയം 2 മോട്ടറും ഒരേ സമയം അടിച്ചു. ഒരു മോട്ടർ 1 മണിക്കൂർ അടിച്ചു, മറ്റേ മോട്ടറും 1 മണിക്കൂർ അടിച്ചു. ഒരു മോട്ടർ 1 മണിക്കൂർ കൊണ്ട് ഒരു ടാങ്കിനെ പകുതിയാണ് ഫില്ല് ചെയ്തത്. പക്ഷെ മറ്റേ മോട്ടർ 1 മണിക്കൂർ അടിച്ചപ്പോൾ ടാങ്കിനെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തു. ഏത് ടാങ്കാണ്, ഏത് മോട്ടറാണ് നല്ലത്? അതെ, കൂടുതൽ പണിയെടുത്തത്, കൂടുതൽ വെള്ളം നിറച്ചത് രണ്ടാമത്തെ മോട്ടറാണ്. 1 മണിക്കൂർ കൊണ്ട് ആ ടാങ്ക് മുഴുവൻ നിറച്ചു, മറ്റേ ആൾ 1 മണിക്കൂർ കൊണ്ട് അര ടാങ്കേ നിറച്ചുള്ളൂ. അപ്പൊ ഒരേ സമയം കൊണ്ട് കൂടുതൽ പ്രവൃത്തി ചെയ്യുന്നവൻ മിടുക്കനാണ്. ഒരേ പ്രവൃത്തി ചെയ്യാൻ കുറഞ്ഞ സമയം എടുക്കുന്നവൻ മിടുക്കനാണ്. അപ്പൊ കൂടുതൽ പ്രവൃത്തി, കുറഞ്ഞ സമയം, ഇതിനെ ചേർത്ത് വയ്ക്കുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് പവർ. ഇത് ആവശ്യമുണ്ടെങ്കിലാണ് നമുക്ക് എൻജിൻസിനൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. മെഷീൻസിനൊക്കെ പഠിക്കണമെങ്കിൽ പവർ എന്ന് പറയുന്ന വാക്ക് വേണം. സോ പവർ ഈസ് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യുക എന്നുള്ള ക്വാളിറ്റി വരാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് കൂടുതലാവട്ടെ, അപ്പൊ മുകളിൽ കിടക്കണം. ടൈം കുറവായിക്കോട്ടെ, അതുകൊണ്ട് അത് താഴത്തും കിടക്കണം. And this is called power. So power is equal to work by time. The rate at which work is done is called power. So power is equal to work by time. വർക്ക് സ്കെലാർ ക്വാണ്ടിറ്റി ആണ്, ടൈം സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് പവർ ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. ഡയമെൻഷൻ ഫോർമുല, വർക്കിന്റെ ഡയമെൻഷൻ ഫോർമുല ml² t⁻² എന്ന് എല്ലാവർക്കും അറിയാം. ടൈമിന്റെ ഡയമെൻഷൻ ഫോർമുല t ആണ്. സോ ഡയമെൻഷൻ ഫോർമുല ml² t⁻³ ആണ് പവറിന്റെ. SI യൂണിറ്റ് ഈസ് വാട്ട് ആണ്. പവറിന്റെ SI യൂണിറ്റ് ഈസ് വാട്ട് ആണ്. അതിന്റെ സിമ്പിൾ ക്യാപിറ്റൽ W ആണ്, സയന്റിസ്റ്റിന്റെ പേരാണ്. സോ 1 വാട്ട് ഇസ് ഈക്വൽ ടു, ഇവിടെ 1 വാട്ട് കൊടുത്ത അവിടെയൊക്കെ 1 ജൂൾ അല്ലെ വർക്കിന്റെ യൂണിറ്റ് ബൈ സമയത്തിന്റെ SI യൂണിറ്റ് സെക്കൻഡ്. സോ 1 വാട്ട് ഇസ് ഈക്വൽ ടു 1 ജൂൾ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡ് സമയം കൊണ്ട് 1 ജൂൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? പവർ ഈസ് 1 വാട്ട് എന്ന് പറയും. 1 സെക്കൻഡ് ടൈം കൊണ്ട് 1 ജൂൾ ആണ് പ്രവൃത്തി ചെയ്തതെങ്കിൽ ദ പവർ ഓഫ് ദാറ്റ് മെഷീൻ ഈസ് 1 വാട്ട്. ക്ലിയർ ആണല്ലോ? സോ 1 വാട്ട് ഇസ് ഈക്വൽ ടു, തിരിച്ചെഴുതി വെക്കാം, 1 വാട്ട് ഇസ് ഈക്വൽ ടു 1 ജൂൾ സെക്കൻഡ് എന്ന് എഴുതാം. ഓർമ്മയിൽ വെക്കാം. അപ്പോഴാണ് നമ്മൾ ഒരു പുതിയ, അപ്പൊ എനർജിയുടെ യൂണിറ്റ് ആണ് 1 വാട്ട് ഇസ് ഈക്വൽ ടു ജൂൾ, സോറി തിരിച്ച് 1 വാട്ട് ഇസ് ഈക്വൽ ടു ജൂൾ പെർ സെക്കൻഡ് ആണ്. സോ 1 ജൂൾ ഈക്വൽ ടു 1 വാട്ട് സെക്കൻഡ് എന്ന് എഴുതാം. അപ്പൊ നമ്മൾ 1 വാട്ടിന് പകരം കിലോ വാട്ട് ആണ് എടുക്കുന്നത് വിചാരിക്കാം. സെക്കൻഡിന് പകരം അവർ ആണ് എടുക്കുന്നത് വിചാരിക്കാം. അതിനെയാണ് നമ്മൾ കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. സോ 1 കിലോ വാട്ട് അവർ ഈസ് ഈക്വൽ ടു എന്ത് വരും? കിലോ വാട്ട് ആകുമ്പോൾ 10⁻³ വാട്ട് വരും. സെക്കൻഡിനെ, മണിക്കൂറിനെ സെക്കൻഡ് ആക്കുമ്പോൾ 3600 സെക്കൻഡും വരും. അപ്പോ 3600 ഇൻറ്റു 10⁻³ വാട്ട് സെക്കൻഡ് ആണ് 1 കിലോ വാട്ട് അവർ. ദാറ്റ് ഈസ് 1 കിലോ വാട്ട് അവർ ഇസ് ഈക്വൽ ടു 3.6 ഇൻറ്റു 10⁻⁶ ജൂൾ. വാട്ട് സെക്കൻഡിനെ ജൂൾ എഴുതാം. അപ്പൊ ഓർമ്മിക്കുക, 1 ജൂൾ സമയം 1 വാട്ട് സെക്കൻഡ് ആണ്. 1 കിലോ വാട്ട് അവർ എനർജിയുടെ വേറൊരു പ്രാക്ടിക്കൽ യൂണിറ്റ് ആണ്. ഇലക്ട്രിക്കൽ എനർജിയെ അളക്കാൻ നമ്മൾ യൂണിറ്റ് വൈദ്യുതി എന്നൊക്കെ പറയുന്നത് കിലോ വാട്ട് അവറിലാണ്. ഇലക്ട്രിക് മീറ്ററിൽ റീഡ് ചെയ്യുന്ന എനർജിയുടെ യൂണിറ്റ് കിലോ വാട്ട് അവർ ആണ്, ജൂൾ അല്ല. 1 ജൂൾ എന്ന് പറഞ്ഞാൽ വാട്ട് സെക്കൻഡ് ആണ്. 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ വലിയൊരു യൂണിറ്റ് ആണ് എനർജിയുടെ. അപ്പൊ കിലോ വാട്ട് അവർ ഇസ് ദ യൂണിറ്റ് ഓഫ് ഡാഷ്. വർക്കല്ല, എനർജിയാണ്. വർക്കും എനർജി ഒന്ന് തന്നെയാണ്. സോ കിലോ വാട്ട് അവർ ഇസ് ദ യൂണിറ്റ് ഓഫ് എനർജിയാണ്. കിലോവാട്ട് അവർ ഈസ് നോട്ട് ദ യൂണിറ്റ് ഓഫ് പവർ. കിലോവാട്ട് അവർ ഈസ് നോട്ട് ദ യൂണിറ്റ് ഓഫ് ടൈം. ശ്രദ്ധിക്കുക, അതൊക്കെ ബ്രാക്കറ്റിൽ ചോയ്സുകൾ ഉണ്ടാവും. കിലോവാട്ട് അവർ ഇസ് ദ യൂണിറ്റ് ഓഫ് എനർജി. ഇലക്ട്രിക്കൽ എനർജി ഇളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രാക്ടിക്കൽ യൂണിറ്റ് ആണ്. 1 കിലോവാട്ട് അവർ 3.6 ഇൻറ്റു 10⁻⁶ ജൂൾ ആണ്. ഓർമ്മയിൽ വെക്കുക. തിരിച്ചു നമുക്ക് പവറിലേക്ക് വരിക. പവറിന്റെ വലിയ യൂണിറ്റ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കിലോ വാട്ട് ഉപയോഗിക്കാം, 10⁻³ വാട്ടാണ്. ഇനി വേറൊരു സാധനമാണ് ഹോഴ്സ് പവർ. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹോഴ്സ് പവർ, കുതിരശക്തി, HP എന്ന് നമ്മൾ എഴുതും. 1 HP is equal to 746 വാട്ടാണ്. അപ്പൊ 1000 വാട്ടാണ് 1 കിലോ വാട്ട്. അതിനേക്കാൾ കുറച്ച് കുറവുള്ള പവറാണ് ഹോഴ്സ് പവർ. 1 ഹോഴ്സ് പവർ is equal to 746 വാട്ട്. മോട്ടറിന്റെ ഒക്കെ പവർ നമ്മൾ പറയാ ഇതിലാണ്.
ഒരു HP മോട്ടർ, അര HP മോട്ടർ, 1.5 HP മോട്ടർ എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ഒരു മോട്ടറിന്റെ ഒരു HP എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ്. എന്താ 746 വാട്ട് എന്ന് പറഞ്ഞാൽ 746 ജൂൾ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡ് കൊണ്ട് 746 ജൂൾ പ്രവൃത്തി ചെയ്യും എന്ന് ചുരുക്കം. അപ്പൊ ഇങ്ങനെ യൂണിറ്റുകളെ കുറിച്ച് അറിയാം. ഡയമെൻഷൻ ഫോർമുല അറിഞ്ഞു, സ്കെലാർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു. നമുക്ക് വർക്കിന് പകരം നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാൻ പറ്റും, ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലെ. വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ് ആണ്. What is displacement by time? Displacement S divided by time is velocity. So that is equal to force dot velocity. Very important formula. അപ്പൊ പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം എന്നുള്ളത് എഴുതാം, ഫോഴ്സ് ഡോട്ട് വെലോസിറ്റി എന്ന് എഴുതാം. ഫോഴ്സ് വെക്ടർ ആണ്, വെലോസിറ്റി വെക്ടർ ആണ്, പക്ഷെ ഡോട്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്കെലാർ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് സ്കെലാർ തന്നെയാണ്. അപ്പൊ രണ്ട് ഫോർമുലയും നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യം വരും. വർക്ക് ബൈ ടൈമും ആവശ്യം വരും, ഫോഴ്സ് ഡോട്ട് വെലോസിറ്റിയും ആവശ്യം വരും എന്ന് ചുരുക്കം. പ്രോബ്ലങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ ഇതൊക്കെ ഓർമ്മയിൽ വെക്കുക. ഇത്രയും കാര്യങ്ങൾ പവറിൽ നന്നായിട്ട് മനസ്സിലാക്കുക. ഹോഴ്സ് പവറും കൂടി ഓർമ്മിക്കുക. അപ്പൊ എവിടെയൊക്കെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഒരു എഫിഷ്യൻസി എന്ന് പറയുന്ന സാധനം പറയും. ഒരു എഞ്ചിന്റെ അല്ലെങ്കിൽ മോട്ടറിന്റെ എഫിഷ്യൻസി പറയുമ്പോൾ ഈറ്റ എന്നുള്ള അക്ഷരമാണ് ഉപയോഗിക്കുക. ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. ഇതാണ് എഫിഷ്യൻസി. അത് പേഴ്സന്റേജിലാണെങ്കിൽ ദാറ്റ്സ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ഇൻറ്റു 100 ആണ്. ഇതെപ്പോഴും ഓർമ്മയിൽ വെക്കണം. ഒരു മെഷീന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ഇൻറ്റു 100 ആണ്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ് ഇൻപുട്ട് പവർ, ആ മോട്ടോർ തിരിച്ച് നമുക്ക് ചെയ്യുന്ന പണിയാണ് ഔട്ട്പുട്ട് പവർ. റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് പവർ ടു ഇൻപുട്ട് പവർ ഈസ് കോൾഡ് എഫിഷ്യൻസി. അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എഫിഷ്യൻസി ശതമാനത്തിൽ കിട്ടും. അപ്പൊ 100% എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പവർ എഞ്ചിനാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി പൂർണ്ണമായിട്ടും അയാൾ എന്താക്കി തരും, നമുക്ക് മെക്കാനിക്കൽ എനർജി ആക്കി തരും. 40% 50% ഒരു മോട്ടറിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ 100% ഇലക്ട്രിക്കൽ എനർജി അങ്ങോട്ട് കൊടുത്താൽ 50% മാത്രമേ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റി തരുള്ളൂ. അയാളുടെ എഫിഷ്യൻസി കുറവാണ്. അപ്പൊ ഇങ്ങനെയാണ് എഫിഷ്യൻസി എന്നുള്ളൊരു വാക്ക്. എഫിഷ്യൻസി 100% ആകുമ്പോൾ കൊടുക്കുന്ന എനർജി മുഴുവൻ അയാൾ തിരിച്ചു നമുക്ക് മെക്കാനിക്കൽ വർക്ക് ആക്കി തരും. അതൊന്ന് ഓർമ്മയിൽ വെക്കുക. അപ്പോ എന്താണ് പവർ എന്നുള്ള കാര്യം മനസ്സിലായി. ഒരുപാട് പ്രോബ്ലങ്ങൾ ചോദിക്കും. F×V പല സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോ മോട്ടർ അടിച്ച് 1 മണിക്കൂർ സമയം കൊണ്ട് മുകളിലുള്ള ഒരു ടാങ്കിലെ വെള്ളം നിറച്ച ഒരു പ്രോബ്ലം ചെയ്യേണ്ടി വരും. അപ്പൊ അവിടെ എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പറ്റുക? മുകളിലേക്കുള്ള ടാങ്കിന്റെ ഉയരം തരും, അപ്പൊ H തരും. അവിടെയുള്ള ടാങ്കിന്റെ വോള്യം തരും. വോള്യം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോള്യം ഇൻറ്റു ഡെൻസിറ്റി, വെള്ളത്തിന്റെ ഡെൻസിറ്റി 1000 kg/m³ ആണ്. അപ്പൊ ടാങ്കിന്റെ വോള്യം തന്നാൽ വോള്യം ഇൻറ്റു ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്താൽ മാസ് കിട്ടും. അപ്പോ M കിട്ടി, H ഉയരം കിട്ടിയാൽ മുകളിലേക്ക് വെള്ളം എത്തിക്കുമ്പോൾ ചെയ്യുന്ന വർക്ക് mgh എന്ന് കിട്ടും. അപ്പൊ W സ്ഥാനത്ത് mgh എന്ന് കൊടുക്കാം. ഇനി അത് 1 മണിക്കൂർ അടിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം കിട്ടും. സോ mgh ബൈ ടൈം കൊടുത്താൽ പവർ കിട്ടും. ഇതാണ് ആ മോട്ടർ ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് നിങ്ങൾക്ക് മാറുക. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരുമ്പോൾ mgh ബൈ ടി ആണ്. അപ്പൊ മുകളിലേക്ക് ഒരു സാധനത്തിനെ കൊണ്ടുവച്ചാൽ വാട്ട് ഈസ് ദ വർക്ക് ഡൺ എന്ന് വെച്ചാൽ, വാട്ട് ഈസ് ദ പവർ എന്ന് വെച്ചാൽ വർക്ക് ബൈ ടൈം ആണ്. വർക്കിന്റെ സ്ഥാനത്ത് mgh എഴുതേണ്ടി വരും. ഇനി ഒരു ലിഫ്റ്റ് മുകളിലേക്ക് പൊന്തി പോവാണ്. ആ ലിഫ്റ്റിൽ ഒരു 100 കിലോഗ്രാം മാസം ഉണ്ട്, ലിഫ്റ്റിനും ഒരു 1000 കിലോഗ്രാം മാസം ഉണ്ട്. 1000 കിലോഗ്രാം മാസമുള്ള ലിഫ്റ്റ്, അതിലും ഒരു 1000 കിലോഗ്രാം മാസമുള്ള ആൾക്കാരും കയറ്റി വെച്ചിട്ടുണ്ട്. ലിഫ്റ്റ് മുകളിലേക്ക് പോകുമ്പോൾ ചെയ്യുന്ന വർക്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 + 1000 2000 കിലോഗ്രാം മൊത്തമുണ്ട്. അപ്പൊ താഴേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 2000 × G 10 വിചാരിക്കുകയാണെങ്കിൽ 20000 ന്യൂട്ടൺ ആണ് താഴേക്കുള്ള ഫോഴ്സ്. ഇനി ലിഫ്റ്റ് മുകളിലേക്ക് കയറി പോകണമെങ്കിൽ 20000 ന്യൂട്ടൺ ഫോഴ്സ് മുകളിലേക്ക് എഞ്ചിൻ അടിക്കണം. അപ്പൊ 20000 ഫോഴ്സ് ഇൻറ്റു ആ ലിഫ്റ്റ് പോകുന്ന വെലോസിറ്റി 10 km/h അതിനെ m/s ആ ഫോഴ്സിനെ ഈ വെലോസിറ്റി കൊണ്ട് വരിക്കുക, നിങ്ങൾക്ക് പവർ കാണാം. അപ്പൊ ലിഫ്റ്റ് മുകളിലേക്ക് കയറുമ്പോഴുള്ള പവർ കാണാൻ പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്നുള്ള ഫോർമുല ഉപയോഗിക്കണം. ആ ഫോഴ്സിന്റെ സ്ഥാനത്ത് ആ ലിഫ്റ്റിന്റെ വെയിറ്റും അതിൽ കയറിയിട്ടുള്ള ആൾക്കാരുടെ വെയിറ്റും ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതാണ് ടോട്ടൽ ഫോഴ്സ്. ഇനി ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ അതും കൂടി കൂട്ടണം. ഈ കയറിനൊരു ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ആ ഫ്രിക്ഷനും കൂടി എതിരായിട്ട് മോട്ടോർ അടിച്ചാലേ ലിഫ്റ്റ് മുകളിലേക്ക് കയറുള്ളൂ. അപ്പൊ ഫ്രിക്ഷനും കൂട്ടണം, ആ മൊത്തം ആൾക്കാരുടെ വെയിറ്റും കൂട്ടണം. അങ്ങനെ ആകെ ഫോഴ്സ് കിട്ടും. ആ ഫോഴ്സിനെ ആ ലിഫ്റ്റ് കയറുന്ന വെലോസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പവർ കിട്ടും. ഇതൊക്കെ പബ്ലിക് എക്സാമിനേഷന് ചോദിച്ച ചോദ്യങ്ങളാണ്. നന്നായി ശ്രദ്ധയിൽ വെക്കുക. അപ്പൊ വർക്ക്, എനർജി, പവറായി നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. ദാറ്റ് ഈസ് കൊളീഷൻസ്. എന്താണ് കൊളീഷൻ എന്ന് പറഞ്ഞാൽ? വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കിട്ടുന്ന സ്ഥലമാണ് കൊളീഷൻ. ഈ ചാപ്റ്ററിൽ വലിയ മാർക്കുള്ള ഒരു സ്ഥലം. വാട്ട് ഈസ് മെന്റ് ബൈ കൊളീഷൻസ്? ആ കൊളീഷൻസിനെ രണ്ടെണ്ണമായിട്ട് നമ്മൾ വിളിക്കും. ഇലാസ്റ്റിക് കൊളീഷൻ ആൻഡ് ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ. പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കുക. എന്താണ് കൊളീഷൻ? 2 3 കൂടുതൽ പാർട്ടിക്കിൾസ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് കൊളീഷൻ. ദ മ്യൂച്വൽ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ 2 or more ബോഡീസ് ഈസ് കോൾഡ് കൊളീഷൻ. കൂട്ടിയിടിക്കൽ തന്നെ. 2 or 2 കൂടുതലോ പാർട്ടിക്കിൾസ് തമ്മിൽ കൂട്ടിയിടിക്കുന്നതിനെ പറയുന്ന പേരാണ് കൊളീഷൻ. പക്ഷെ കൂട്ടിയിടിക്കുക എന്ന് പറഞ്ഞാൽ ഫിസിക്സിൽ അവർ ഫിസിക്കൽ കോൺടാക്ട് വേണമെന്ന് നിർബന്ധമില്ല. അടുത്തു കൂടെ പോയാൽ തന്നെ അവരൊരു ഫോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ കൊളീഷൻ എന്ന് പറയും. ഇപ്പൊ പ്രോട്ടോണിന്റെ അടുത്തേക്ക് വേറൊരു പ്രോട്ടോൺ വരുമ്പോൾ കൂട്ടിയിടിക്കണമെന്നില്ല, റിപ്പിൾ ചെയ്യും. ദാറ്റ് ഇസ് എ കൊളീഷൻ. പ്രോട്ടോണിന്റെ അടുത്തേക്ക് ഒരു ന്യൂട്രോൺ, ഇലക്ട്രോൺ വരുമ്പോൾ അവിടെ അട്രാക്ട് ചെയ്യും. ദാറ്റ് ഇസ് എ കൊളീഷൻ.
collision means mutual interaction between two or more particles. And that collision is classified into two: elastic collision and inelastic collision. For elastic collision, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കുറെ പാർട്ടിക്കിൾസ് കൂടിയിട്ടാണ്, രണ്ടിൽ കൂടുതലുണ്ട്, മിനിമം 2 ആൾക്കാർ വേണം. For elastic collision എന്തൊക്കെയാണ് കൺസർവ്ഡ്? ടോട്ടൽ എനർജി കൺസർവ്ഡ് ആണ്. ഇനി ലീനിയർ മൊമെന്റം, ഇതൊക്കെ ആരുടെയാണ്? മൊത്തം സിസ്റ്റത്തിന്റെ, ഒരാളുടെ അല്ല. ആൻഡ് ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് the system conserved. ഓർമ്മയിൽ വയ്ക്കുക. Total energy of the system, total linear momentum of the system, total kinetic energy of the system are conserved in the case of elastic collision. In the case of inelastic collision, total energy and linear momentum are conserved system, while kinetic energy of the system is not conserved. ഓർമ്മയിൽ വെക്കണം. കൈനറ്റിക് എനർജി ഓഫ് ദ സിസ്റ്റം കൺസർവ്ഡ് അല്ല, പക്ഷെ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റവും ടോട്ടൽ ലിനിയർ മൊമെന്റ് ഓഫ് ദ സിസ്റ്റവും കൺസർവ്ഡ് ആകുക. ഇത്ര ആൾക്കാരുടെ അവരുടെ എല്ലാവരെയും കൂടി കൂട്ടിയ ടോട്ടൽ എനർജിയും കൺസർവ്ഡ് ആവും. എന്താ കൺസർവ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ കൊളീഷന് മുമ്പും കൊളീഷന് ശേഷം സെയിം ആവും. ടോട്ടൽ എനർജി സെയിം ആവും, ടോട്ടൽ ലിനിയർ മൊമെന്റും സെയിം ആവും, ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദ സിസ്റ്റവും സെയിം ആവും കൊളീഷന് മുമ്പും കൊളീഷന് ശേഷം. ഏത് കൊളീഷനില്? ഇലാസ്റ്റിക് കൊളീഷനിൽ. ഇന്നിലാസ്റ്റിക് കൊളീഷനില് ടോട്ടൽ എനർജിയും ടോട്ടൽ ലിനിയർ മൊമെന്റും കൺസർവ്ഡ് ആണ്, പക്ഷേ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദ സിസ്റ്റം ഈസ് നോട്ട് കൺസർവ്ഡ്. തന്നെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ പ്രത്യേക ശ്രദ്ധിക്കുക, ഇതാണ് രണ്ടാക്കാനും തമ്മിലുള്ള വ്യത്യാസം. ഇനി പെർഫെക്റ്റ് ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ കൈനറ്റിക് എനർജി പൂർണ്ണമായിട്ടും കൺസർവ്ഡ് ആവും, വേറെ ഒരു രൂപത്തിലേക്കും മാറില്ല. പെർഫെക്റ്റ് ഇന്നിലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ, ഇത് വെറും ഇന്നിലാസ്റ്റിക് കൊളീഷൻ. പെർഫെക്റ്റ് ഇന്നിലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ കൂട്ടിയിടിക്കുന്ന വസ്തുക്കൾ എല്ലാവരും കൂടി സ്റ്റിക്ക് ടുഗദർ ആവും, ഒക്കെ ഒന്നായി മാറും. അതിനെയാണ് പെർഫെക്റ്റ് ഇന്നിലാസ്റ്റിക് കൊളീഷൻ. When the colliding particles stick together after collision, that is called perfect inelastic collision. പ്രപഞ്ചത്തിലെ ഭൂരിപക്ഷം കൊളീഷൻസും പെർഫെക്റ്റ് ഇന്നിലാസ്റ്റിക് ആണ്. പെർഫെക്റ്റ് ഇലാസ്റ്റിക് കൊളീഷൻസിന് വളരെ വളരെ കുറച്ച് എക്സാമ്പിൾ ഉള്ളത്. ഒന്നും ഐഡിയൽ ആണ്, പ്രാക്ടിക്കൽ അല്ല. എന്താണെങ്കിലും നമ്മൾ പറയുന്ന എക്സാമ്പിൾ ഇതാണ്: ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള കൊളീഷൻസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. അത് ഐഡിയൽ ഗ്യാസിന്റെയാണ്, തിയററ്റിക്കൽ ആയിട്ട് മാത്രമേ ഉള്ളൂ, പ്രാക്ടിക്കൽ ആയിട്ടില്ല. മറ്റേത് നമ്മൾ ചളി എടുത്തിട്ട് ചുമരിന്റെ മുകളിൽ വലിച്ചെറിഞ്ഞ ആ ചളി ചുമരിന്റെ മുകളിൽ ഒട്ടിപ്പിടിക്കുന്നത് എന്താണ്? പെർഫെക്റ്റ് ഇന്നിലാസ്റ്റിക് കൊളീഷന് എക്സാമ്പിൾ ആണ്. അപ്പൊ എന്താണ് ഇലാസ്റ്റിക്, എന്താണ് ഇന്നിലാസ്റ്റിക് കൊളീഷൻസ് മനസ്സിലായി. ഇനി നമ്മൾ പഠിക്കുന്നത് ഇലാസ്റ്റിക് കൊളീഷൻസ് ആണ്. അപ്പൊ ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 1 ഡയമെൻഷൻ ആണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക. 2 ഡയമെൻഷൻ തൽക്കാലം വേണ്ട. 1 ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളീഷൻ, അതും ഏറ്റവും ചെറുത് 2 വസ്തുക്കൾ മാത്രം. m1 മാസുള്ള ഒരു വസ്തു, അയാൾ പോകുന്ന വെലോസിറ്റി u1, അയാൾ കൂട്ടിയിടിക്കുകയാണ്. m2 മാസുള്ള ഒരു വസ്തു, അയാൾ പോകുന്ന വെലോസിറ്റി u2. കൊളീഷന് മുമ്പ് ഇനി രണ്ടാൾക്കാരും കൂടി കൂട്ടിയിടിച്ചു, m1ഉം m2ഉം കൂടി കൊളീഷൻ നടത്തി. കൊളീഷൻ നടന്നു. എന്നിട്ട് അവർ അതേ ഡയറക്ഷനിൽ തന്നെ പോകാൻ, 1 ഡയമെൻഷനിലാണ്, സ്ട്രേറ്റ് ലൈൻ മാറുന്നില്ല. അപ്പൊ m1 മാസുള്ള വസ്തു പക്ഷെ പോയത് v1 വെലോസിറ്റിയിലാണ്. m2 മാസുള്ള വസ്തു അതേ ഡയറക്ഷനിൽ തന്നെ മുന്നോട്ട് പോയി, പക്ഷെ വെലോസിറ്റി v2 ആയി. ഈ ഒരു കേസാണ് നമ്മൾ 1 ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളീഷനിൽ പഠിക്കണം. ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യം നമ്മൾ മൊമെന്റം കൺസർവേഷൻ എഴുതാൻ പോവാണ്. m1 u1 ആദ്യത്തെ വസ്തുവിന്റെ കൊളീഷന് മുമ്പുള്ള മൊമെന്റം, പ്ലസ് രണ്ടാമത്തെ വസ്തുവിന്റെ മൊമെന്റം ബിഫോർ കൊളീഷൻ ഈസ് m2 u2. രണ്ടെണ്ണം ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് നേരെ കൂട്ടാം. വെക്ടർ ആണെങ്കിലും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പൊ ദിസ് ഈസ് ടോട്ടൽ മൊമെന്റം ഓഫ് ദ സിസ്റ്റം ബിഫോർ കൊളീഷൻ ഈക്വൽ ടു, ഇനി ടോട്ടൽ മൊമെന്റം ഓഫ് ദ സിസ്റ്റം ആഫ്റ്റർ കൊളീഷൻ, മൊമെന്റം കൺസർവ്ഡ് ആയതുകൊണ്ട് m1 v1 ആണ് ഇയാളുടെ മൊമെന്റം, പ്ലസ് മറ്റേ മൊമെന്റം അതേ ഡയറക്ഷനിലായതുകൊണ്ട് നമ്മൾ കൂട്ടുകയാണ് m2 v2. അപ്പൊ ടോട്ടൽ മൊമെന്റം ഓഫ് ദ സിസ്റ്റം ബിഫോർ കൊളീഷൻ ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ഓഫ് ദ സിസ്റ്റം ആഫ്റ്റർ കൊളീഷൻ, ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ പറഞ്ഞു കൈനറ്റിക് എനർജി ഓഫ് ദ സിസ്റ്റം കൺസർവ്ഡ് ആണ് പെർഫെക്റ്റ് ഇലാസ്റ്റിക് കൊളീഷനിൽ. കൈനറ്റിക് എനർജി, ഇയാളുടെ കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ഹാഫ് m1 u1 സ്ക്വയർ അറിയാം, പ്ലസ് രണ്ടാമത്തെ ആളുടെ കൈനറ്റിക് എനർജി സ്കാലർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നേരെ കൂട്ടാം, ഒരു കുഴപ്പമില്ല, വെക്ടർ ഒന്നുമല്ല, ഹാഫ് m2 u2 സ്ക്വയർ ഈക്വൽ ടു, അപ്പൊ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദ സിസ്റ്റം ബിഫോർ കൊളീഷൻ ആയി. ആഫ്റ്റർ കൊളീഷൻ ടോട്ടൽ കൈനറ്റിക് എനർജി ഈസ് ഹാഫ് ആദ്യത്തെ ആളുടെ ഹാഫ് m1 v1 സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ ആളുടെ ഹാഫ് m2 v2 സ്ക്വയർ. v1ഉം v2 u1ഉം u2 ഒക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കാം. ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഞാൻ ഇക്വേഷൻ 1നെ ഒന്ന് മാറ്റി എഴുതുകയാണ്. m1 u1 മൈനസ് m1 v1 ഈക്വൽ ടു m2 v2 മൈനസ് m2 u2. m1 ഉള്ളതൊക്കെ ഒരു സൈഡിലാക്കി, m2 ഉള്ളതൊക്കെ ഒരു സൈഡിലാക്കി. സോ m1 ഇൻറ്റു u1 മൈനസ് v1 ഈക്വൽ ടു m2 ഇൻറ്റു v2 മൈനസ് u2. ദാറ്റ്സ് ഇക്വേഷൻ നമ്പർ 3. ഇതേപോലെ രണ്ടാമത്തെ ഇക്വേഷനെ ഞാൻ മാറ്റുന്നു. ഈ ഹാഫ് ത്രൂ ഔട്ട് ആയിട്ട് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. m1ന്റെ ആൾക്കാരൊക്കെ അപ്പുറത്തേക്ക് വന്നു, അപ്പൊ അപ്പുറത്തേക്ക് വരുമ്പോൾ ഈ മൈനസ് v1 സ്ക്വയർ വരും. അപ്പൊ m1 ഇൻറ്റു u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഈക്വൽ ടു m2 ഇൻറ്റു, നിങ്ങളൊക്കെ ആലോചിച്ച് ചെയ്യട്ടാ, v2 സ്ക്വയർ അവിടെ 6 ഉണ്ട്, മൈനസ് ഈ സാധനം അപ്പുറത്തേക്ക് വരുമ്പോൾ u2 സ്ക്വയർ. ഓക്കെ, ശ്രദ്ധിക്കാം. ഇക്വേഷൻ നമ്പർ 4. ഇക്വേഷൻ 3 ഡിവൈഡഡ് ബൈ 4 ഒന്ന് ചെയ്യാം. എന്തിനാ ചെയ്യുന്നത് ഞാൻ അവസാനം പറയാം. അപ്പൊ അങ്ങനെ ചെയ്തു പോവുക.
ഡിവൈഡ് ചെയ്യുമ്പോൾ u1 മൈനസ് v1 3/4 അല്ല 4/3 ചെയ്യും. 4 divided by 3 gives. So m1 വെട്ടിപ്പോയി. അപ്പൊ u1 square minus v1 square by u1 minus v1 equal to അത് ഭാഗത്ത് m2 ഇട്ട് വെട്ടിപ്പോയി v2 square minus u2 square divided by v2 minus u2. What is u1 square minus v1 square? A square minus b square is equal to a plus b into a minus b. So that is u1 plus v1 into a minus b. u1 minus v1. Okay, divided by u1 minus v1 അവിടെ ഉണ്ട്. Equal to ഇവിടെ അതേപോലെ v2 plus u2 whole into v2 minus u2 whole divided by v2 minus u2. Okay, v2 minus u2 വെട്ടിപ്പോയി, u1 minus v1 വെട്ടിപ്പോയി. So ബാക്കി ഉണ്ടാവുക u1 plus v1 equal to ഇടത് ഭാഗത്ത് u1 plus v1 മാത്രമായി, അപ്പുറത്ത് v2 plus u2 മാത്രമായി. ഓക്കെ, ഇനി ഞാൻ പഴയ പോലെ ഒന്ന് തിരിച്ചെഴുതാം. u1 minus u2 equal to v2 minus v1. Okay, so u1 minus u2 equal to minus of minus of v1 minus v2. നോർമലി വെക്കുക. u1 minus u2 is equal to v2 minus v1 ആണ് ഞാൻ എഴുതുന്നത്. v1 minus v2 എന്നുള്ളതിന്റെ ഒരു മൈനസ് ഇട്ടിട്ട് എന്താണ് u1 minus u2? That is the relative velocity of the first body with respect to second body, അല്ലെ, before collision. What is v1 minus v2? Relative velocity of the first body with respect to the second body after collision. So before collision and after collision, the relative velocity has same magnitude. Negative sign അതിന്റെ ഡയറക്ഷൻ കാണിക്കണം. അപ്പൊ u1 minus u2 v1 minus v2 ന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെന്ന് പറഞ്ഞാൽ before and after collisions for perfect elastic collision, the magnitude of relative velocity of the bodies will be same. Before collision the relative velocity and after collision their relative velocity has same magnitude. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഡെറിവേഷൻ ആണ് ഇതുവരെ 3 മാർക്കിന്. Prove that for a perfect elastic collision in one dimension, the magnitude of the relative velocity of the two bodies before and after collision are equal. രണ്ടെണ്ണം ഈക്വൽ ആണെന്ന് ചോദിച്ചു. അപ്പൊ u1 minus u2 equal to minus of v1 minus v2 അല്ലെങ്കിൽ v2 minus v1 ഈ സ്റ്റെപ്പുകളിലൂടെ എത്തിയാൽ നിങ്ങൾക്ക് റിലേറ്റീവ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കൊളീഷന് മുമ്പും കൊളീഷന് ശേഷമൊക്കെ അവർക്ക് സെയിം ആണെന്ന് തെളിയിക്കാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത പ്രോസസ്സ്, ആ ഫോർമുലകളൊക്കെ അവിടെ നിൽക്കുക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ അവിടെ കിട്ടി നമുക്ക് u1 minus u2 is equal to v2 minus v1 എന്നുള്ള ഇക്വേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ദാറ്റ്സ് ഇക്വേഷൻ നമ്പർ നമ്മൾ എത്രയായിരുന്നു 1 2 3 4 5 എത്തി. അപ്പൊ നമുക്ക് അതിൽ നിന്ന് u2 ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? u2 അല്ല v2 ഈക്വൽ ടു ഇക്വേഷൻ 5 നിന്ന് v2 ഈക്വൽ ടു v2 അവിടെ നിർത്തുക. അപ്പൊ u1 മൈനസ് u2 പ്ലസ് v1 എന്ന് വരും. v2 ന് പകരം u1 മൈനസ് u2 പ്ലസ് v1 വരും. Therefore നിങ്ങളുടെ ഇക്വേഷൻ 1 becomes m1 u1 പ്ലസ് m2 u2 ഈക്വൽ ടു m1 v1 പ്ലസ് m2 into v2 ന്റെ സ്ഥാനത്ത് u1 മൈനസ് u2 പ്ലസ് v1 എന്ന് വരും. ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് v1 ഈക്വൽ ടു കിട്ടുന്ന ഫോർമുല ഓർമ്മിക്കുക. m1 മൈനസ് m2 into u1 പ്ലസ് 2m2 u2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ആണ്. ഡെറിവേഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന നോട്ട്ബുക്കിലുണ്ട്. v2 ഈക്വൽ ടു ഇതേപോലെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. m2 മൈനസ് ബൈ ഹാർട്ട് പഠിക്കാനൊന്നും കുഴപ്പമില്ല. u2 പ്ലസ് 2m1 u1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്ന് കിട്ടും. ഈ രണ്ട് ഫോർമുലകൾ നമുക്ക് ആവശ്യമാണ്. എന്താണത്? v1 എന്ന് പറഞ്ഞാൽ കൊളീഷന് ശേഷം ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി, v2 എന്ന് പറഞ്ഞാൽ കൊളീഷന് ശേഷം സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റി, m1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബോഡിയുടെ മാസ്, m2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ബോഡിയുടെ മാസ്, u1 എന്ന് പറഞ്ഞാൽ കൊളീഷന് മുമ്പ് ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി, u2 എന്ന് പറഞ്ഞാൽ കൊളീഷന് മുമ്പ് സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റി. അപ്പൊ കൊളീഷന് മുമ്പുള്ള രണ്ട് വസ്തുക്കളുടെ മാസുകളും രണ്ട് വസ്തുക്കളുടെ വെലോസിറ്റികളും അറിയാമെങ്കിൽ കൊളീഷന് ശേഷം അവരുടെ വെലോസിറ്റി കണ്ടുപിടിക്കാം. ഈ ഇക്വേഷനെ സോൾവ് ചെയ്താൽ മതി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് v1 കണ്ടുപിടിക്കും. ഇതിൽ v1 മാത്രമേ അറിയാത്തുള്ളൂ. v2 ന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് v1 ന്റെ ഭാഗങ്ങൾ മാത്രം സൈഡിലാക്കുക, v1 നെ ഉത്തരം കണ്ടുപിടിക്കുക. അപ്പൊ ഉത്തരം കിട്ടുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി ജസ്റ്റ് 1 2 മാത്രം ആക്കിയാൽ v2 കിട്ടും. 1 ന് പകരം 2 എന്ന് എഴുതും. അപ്പൊ m1 എന്നുള്ളതിന് പകരം m2 എന്ന് എഴുതി, m2 എന്നുള്ളതിന് പകരം m1 എന്ന് എഴുതി, u1 ന് പകരം u2 എന്ന് എഴുതി. അങ്ങനെ ജസ്റ്റ് റീപ്ലേസ് ചെയ്താൽ നമുക്ക് v2 സിമിലർലി എന്ന് എഴുതി വെക്കാം. ഫോർമുല ബൈഹാർട്ട് പഠിക്കണം. v1 ഈക്വൽ ടു കൊളീഷന് ശേഷം ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി m1 മൈനസ് m2 into u1 പ്ലസ് 2m2 u2 ബൈ m1 പ്ലസ് m2. സെക്കൻഡ് ബോർഡർ വെലോസിറ്റി കൊളീഷൻ m2 മൈനസ് m1 into u2 പ്ലസ് 2m1 u1 ബൈ m1 പ്ലസ് m2. വെരി ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ ആണ്, ഓർമ്മയിൽ വെക്കുക. അതിന്റെ ഒരു കേസ് നമ്മൾ രണ്ട് സ്പെഷ്യൽ കേസുകൾ നമുക്ക് എടുക്കണം. അത് പരീക്ഷയ്ക്ക് ചോദിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസിലേക്ക് നമ്മൾ പോവാണ്. ഇഫ് ദ ടു ബോഡീസ് ആർ ഹാവിംഗ് ഈക്വൽ മാസ്, രണ്ട് വസ്തുക്കളുടെയും മാസ് സെയിം ആണെന്ന് വിചാരിക്കുക. ഒന്നാമത്തെ കേസാണ് m1 ഈക്വൽ ടു m2 ഇതിലൊന്ന് കൊടുത്തു നോക്കുക. സോ v1 ഈക്വൽ ടു എന്ത് വരും?   m1 മൈനസ് m2 0 into u1 പ്ലസ് 2m m1 മൈനസ് m2 0 into u1 പ്ലസ് 2m m1 into u1 പ്ലസ് 2m into u1 into v1 ഈക്വൽ ടു 0. 1 into v1 plus v1 into u1 plus v1 into u1 plus 2m
രണ്ടെണ്ണത്തിന് നമുക്ക് എന്ന് വിളിക്കാം 2m into u2 divided by 2m അല്ലെ m1 plus m2 2m m1 m2 സെയിം ആണ് m ആയിട്ട് എടുത്തു സോ ദാറ്റ്സ് ഈക്വൽ ടു ഇത് 0 പോയി 2m 2m വെട്ടിപ്പോവും ആൻസർ ഈസ് u2 സോ v1 is equal to u2 തിരിച്ചതിൽ കൊടുത്തു കഴിഞ്ഞാൽ v2 is equal to അപ്പോൾ ഇവിടെ ഒരു u1 ജസ്റ്റ് 1 ന് പകരം 2 എന്ന് എഴുതിയാണ് അതായത് കൊളീഷന് ശേഷം ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി കൊളീഷന് മുമ്പുള്ള സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റി ആയിട്ട് മാറും കൊളീഷന് ശേഷം സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റി കൊളീഷന് മുമ്പുള്ള ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി ആയിട്ട് മാറും ദാറ്റ് ഈസ് കൊളീഷന് ശേഷം ദേ സിംപ്ലി എക്സ്ചേഞ്ച് ദയർ വെലോസിറ്റി എന്റെ വെലോസിറ്റിയും ഞാൻ മറ്റാൾക്ക് കൊടുക്കും മറ്റാളുടെ വെലോസിറ്റി എനിക്ക് കിട്ടും കൊളീഷന് ശേഷം എങ്ങനെയാണെങ്കിൽ ഞാനും മറ്റാളും തമ്മിൽ ഒരേ മാസ് ആണെങ്കിൽ അപ്പോ ഇൻ ദ കേസ് ഓഫ് ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 1 dimension ഫോർ 2 bodies having identical mass സെയിം മാസ് they simply exchange their velocities അവർ പരസ്പരം വെലോസിറ്റി കൈമാറും എന്റെ വെലോസിറ്റി മറ്റേ ആൾക്കായത് v1 equal to u2 and v2 equal to u1 ആയിട്ട് മാറും ഇത് തെളിയിക്കാൻ പറഞ്ഞാൽ ഇതേ സ്റ്റെപ്പിലൂടെ നിങ്ങൾക്ക് പോകാൻ സാധിക്കണം വെരി ഇമ്പോർട്ടന്റ് ആണ് ഇനി ഏതെങ്കിലും ഒരു വസ്തു റസ്റ്റിലാണ് u2 is equal to rust m2 equal to infinity വലിയ തടിയുള്ള ഒരു മാസ് ആൻഡ് u2 equal to 0 റസ്റ്റിലാണ് ഇരിക്കുന്നത് വിചാരിക്കാം അപ്പൊ നമുക്ക് ഇക്വേഷനിൽ v1 equal to m1 minus infinity into u1 plus 0 divided by m1 plus infinity വരും ഇത് രണ്ടെണ്ണം നമ്മൾ വെട്ടിപ്പോവും സോ v1 equal to minus infinity മൈനസ് u1 എന്നായിട്ട് മാറും ഒരു നെഗറ്റീവ് ഉണ്ടാവും സോ v1 is equal to minus u1 അങ്ങോട്ട് പോയ വസ്തു അതേ വെലോസിറ്റിയിൽ തിരിച്ചു വരും ആൻഡ് v2 equal to നിങ്ങൾക്ക് കിട്ടും 0 അപ്പൊ ചുമരിന്റെ മുകളിലേക്ക് ഒരു പന്ത് എടുത്ത് വലിച്ചെറിഞ്ഞാൽ ചുമര് റസ്റ്റിലാണ് ചുമര് ഇൻഫിനിറ്റ് മാസ് ആണ് അപ്പൊ ചുമര് റസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും പക്ഷെ അങ്ങോട്ട് പോയ പന്ത് അതേ സ്പീഡിൽ നേരെ തിരിച്ചു വരും അതിന്റെ എക്സാമ്പിൾ ആണ് v2 equal to 0 പന്ത് ചുമര് വീണ്ടും കൊളീഷന് ശേഷം അതേപോലെ റസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യും പക്ഷെ അങ്ങോട്ട് പോയ പന്ത് v1 തിരിച്ചു വരുമ്പോൾ മൈനസ് u1 ആയി നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതേ വെലോസിറ്റിയിൽ വരും ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഇനി ഒരു വാക്കും കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്തുകയാണ് ദാറ്റ് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ E എന്ന് പറയുന്ന സാധനം is the ratio of v2 minus v1 divided by u2 minus u1. The ratio of magnitude of relative velocity after collision and before collision. After collision ഉള്ള relative velocity the magnitude ഹരിക്കണം collision മുമ്പുള്ള relative velocity magnitude and that is equal to 1 for perfect elastic collision and E equal to 0 for perfect inelastic collision ഇത് ഓർമ്മയിൽ വെക്കുക പെർഫെക്റ്റ് ഇലാസ്റ്റിക് കൊളീഷന് കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ 1 ആണ് പെർഫെക്റ്റ് ഇനെലാസ്റ്റിക് കൊളീഷന് കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ കാരണം രണ്ട് വസ്തുക്കളും സ്റ്റിക്ക് ടുഗദർ ആവും ഒന്നിച്ചായി കഴിഞ്ഞാൽ പിന്നെ റിലേറ്റീവ് വെലോസിറ്റി 0 ആയി അപ്പൊ v2 മൈനസ് v1 0 ആയി അതുകൊണ്ട് കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ 0 ആയി അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള വാക്ക് കൂടി ഓർമ്മിക്കുക അത് 1 ആണ് പെർഫെക്റ്റ് ഇലാസ്റ്റിക് കൊളീഷന് 0 ആണ് പെർഫെക്റ്റ് ഇനെലാസ്റ്റിക് കൊളീഷന് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊളീഷൻസ് ഇലാസ്റ്റിക് കൊളീഷനും ഇൻഇലാസ്റ്റിക് കൊളീഷന്റെ ബേസിക് ഐഡിയ ആയി ഓക്കെ താങ്ക് യു ബൈ